അപ്പൊ അതിലൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ നന്നാവും. ഇതൊക്കെ ശരിക്കും ഈ ഫോട്ടോസൊക്കെ എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് വെറുതെ ഒന്ന് നോക്കി നോക്ക്. നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങളെ വയനാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു മറുപടിയാണ് എന്തായാലും ഈ വീഡിയോ. CCTV ആണിത് ശരിക്കും. അതെ, ഇത് പഴയ TV ആണ്. അതിനുള്ളിൽ കയറ്റിയതാ. ഓ, ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് വേസ്റ്റ് ആയിരുന്നു, പിന്നെ രണ്ടാമത്തെ വെച്ചാൽ അടുക്കളയിൽ നിന്ന് ഇതിലേക്ക് നോക്കിയാൽ ഇത് ചെടികൾ ശരിക്കും ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ ഡെയിലി അതിലെ ഒരു കണ്ണെത്തണം. ഈ ചെടി ഏത് ചെടീൻ്റെ അടിയിലും ഇങ്ങനെ മറ്റ് ചെടികൾ വളരും. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് കൊടുവള്ളിക്കടുത്ത്, അതായത് കോഴിക്കോട് ജില്ല കൊടുവള്ളിക്കടുത്ത് മാനിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത്തരം ആളുകളെ നമ്മൾ പുറലോകത്തേക്ക് എത്തിക്കണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം എത്തിയിട്ടുള്ളത്. എവിടെ നോക്കിയാലും ഇതൊക്കെ ഇവിടെ കാണുന്ന പ്ലാന്റുകളിൽ 99% പ്ലാന്റുകളും നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ്. പക്ഷേ അത് ഓരോ ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം. എല്ലാവരും കുപ്പി കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. തുടക്കം കയറുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഫുൾ സോഡാ കുപ്പികളാണ്, പൊട്ടിയതും പൊട്ടാത്തതും അടപ്പ് പിടിക്കാത്തതുമായ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ട് അതിൽ മണി പ്ലാന്റ് ചെയ്ത് അതിൻ്റെ സൈഡിലൂടെ അതിൻ്റെ മുകളിലേക്ക് വാളിലൊക്കെ വാൾ ക്രീപ്പർ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ പോട്ടുകൾ വരെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പോട്ടുകൾ സ്വന്തമായി ഉണ്ടാക്കുന്ന കുറേ ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയമുണ്ട് പോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഈ ഒരു കണ്ടന്റ് നമ്മളിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ വിനീതേട്ടനുണ്ട്. വിനീതേട്ടൻ കൽപ്പനയിൽ ചെറിയ ജോലിയുണ്ട്, ആൾ ഈ സ്ഥലത്തിനടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട്, ഇദ്ദേഹത്തിനെ നമുക്ക് പുറലോകത്തേക്ക് എത്തിക്കണം എന്നാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വിനീതേട്ടൻ. ഇതല്ല, ഈ കാണുന്നതാണ് വിനീതേട്ടൻ. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ അങ്ങനെ പോകണം. അപ്പോൾ എന്താണ് നമ്മുടെ പുഷ്പേട്ടനെ കുറിച്ച് പറയാനുള്ളത്? പുഷ്പേട്ടൻ ഞാൻ കുഞ്ഞുനാളിലെ കാണുന്ന ഒരാളാണ്. പുഷ്പേട്ടൻ നമ്മളൊരു അകന്ന ബന്ധു കൂടിയാണ്. പക്ഷേ പുഷ്പേട്ടൻ അന്ന് മുതൽ ഇന്ന് വരെ നമുക്കെല്ലാം കൗതുകം ഉണർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും. ഇനി അറ്റ്ലീസ്റ്റ് എന്തൊരു കുപ്പിയാണെങ്കിലും എന്തെങ്കിലും ടയറാണെങ്കിലും അതിനൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് വേസ്റ്റ് അല്ലാതെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരാളാണ്. അതെ, കുട്ടിക്കാലത്ത് പന്തുണ്ടാക്കി തരുന്നതും അങ്ങനെ വിളിച്ച കലാപരിപാടികൾ മുഴുവനും അദ്ദേഹത്തിനുണ്ട്. നല്ലൊരു കലാസ്വാദകനാണ്. അതെ, മാത്രമല്ല എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് എനിക്ക് എന്നെക്കുറിച്ചല്ല സംസാരിക്കാനുള്ളത്. അതായത് സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരാളാണ്. അതെ, ഞാൻ സ്ഥിരമായിട്ട് ഗ്രീൻ ഹെവൻ്റെ ചാനൽ കാണുന്ന ഒരാളാണ്. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കവറേജ് ആണെങ്കിലും എല്ലാം പരിത്യക്ഷം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് വിട്ടുകൊടുക്കാറുണ്ട്. പുഷ്പേട്ടനെ പറ്റി പുറം ലോകം ഒന്ന് അറിയണം. ഞങ്ങൾ മാനിവിട്ടുകാർ മാത്രമേ പുഷ്പേട്ടനെ അറിയൂ. പുഷ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് സ്റ്റാഫിനും എന്നല്ലാതെ മറ്റാർക്കും പുഷ്പേട്ടനെ അറിയില്ല. പുഷ്പേട്ടൻ വളരെ ഒരു അന്തർമുഖൻ എന്ന് തന്നെ പറയാം നമുക്ക്. പക്ഷേ എന്നാലും പുഷ്പേട്ടൻ്റെ ഈ കഴിവുകളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മറ്റുള്ള ഒരാൾക്ക് ചെടി കൊടുക്കുന്നതിനാണെങ്കിലും മറ്റൊരു വീട്ടിൽ നിന്ന് ചെടി വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് അതിൻ്റേതായ രീതിയിലേക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വണ്ടിയിൽ വരെ പോകാതെ ഇതിന് പൂക്കൾക്ക് വേണ്ടിയിട്ടും ചെടികൾക്ക് വേണ്ടിയിട്ടും മാത്രം പരിശ്രമിക്കുന്നതാണ്. പുഷ്പേട്ടൻ മാത്രമാണ് ഈ കാര്യം ചെയ്യുന്നത്. വീട്ടിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ അവരൊക്കെ വിദ്യാഭ്യാസമായിട്ട് അല്ലെങ്കിൽ വീട്ടു ജോലിയായിട്ട് കഴിയുന്ന സമയത്ത് പോലും പുഷ്പേട്ടൻ വളരെ ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി പുഷ്പേട്ടൻ പ്രത്യേക സമയം കണ്ടെത്തി രാത്രി വൈകിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതെങ്കിലും കൂടി നനയൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബാക്കി കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്നത്. ഏതായാലും പുഷ്പേട്ടനൊന്ന് പുറം ലോകം അറിയട്ടെ എന്നുള്ളൊരു മാത്രം ആഗ്രഹം മാത്രമേ ഉള്ളിലുണ്ടായിരുന്നു. അതെ, അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യമല്ല പറയാനുള്ളത്, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ തന്നെ വരികയാണെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ സ്ഥലം കണ്ടിട്ടില്ല, ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ സംസാരിക്കുന്ന ആളും ഈ സംസാരത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പരിചയമുണ്ടോ? കാരണം അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ചെറിയൊരു നാടാണ് ആർട്ടിസ്റ്റ്, അത്യാവശ്യം അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ 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 പോകുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഈ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് ആളിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ പുഷ്പങ്ങൾ കുറവുള്ള പുഷ്പേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്താ സ്ഥിതി? ഇതെന്താ പരിപാടി? ഇത് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുളത്തും. ഓ, മീനിന്റെ വേസ്റ്റ് എങ്ങനെ ഇതിന്ന് എടുക്കുക? കൈയിട്ട് എടുക്കുമ്പോൾ എത്താത്തതുകൊണ്ട് അതിങ്ങനെ അതും സ്വന്തമായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കാം. ഓക്കെ ഓക്കെ. അത് കൂടാതെ ഞാനിവിടെ കയറി വന്നപ്പോൾ ഒരു കാര്യം കണ്ട്, ഇങ്ങനെ കുറേ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്, അതായത് സോഡ കുപ്പികൾ. അതെങ്ങനെ? അത് വേസ്റ്റായ കുപ്പിയാണത്. മുടി പിടിക്കാത്ത സോഡ കുപ്പികളാണ്. സോഡ കുപ്പികളാണ്. അപ്പൊ ഇത്രയും കുപ്പികൾ എങ്ങനെ കിട്ടുക? അതിവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു, സോഡക്കട. അപ്പൊ അവര് വേസ്റ്റ് ആക്കി ഉപയോഗിക്കാതെ ഉപയോഗിച്ചതാ. അത് ശരി. അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അത് എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചാ ഒരു ഐഡിയ തോന്നി. സാധാരണ കുപ്പി കൊണ്ട് ആൾക്കാർ ഇപ്പൊ ഗതികേടാണ് ചെയ്യുന്നത്. അതെ, അത് കുറച്ചുകൂടി കഴുകി വൃത്തിയാക്കിയാൽ നല്ല നിറണ്ടാവും. മഴ. അതെ അതെ അതെ. അതിന്റെ പുറകിലായിട്ട് നമ്മുടെ മണി പ്ലാന്റ്. അത് മണി പ്ലാന്റ് ഉണ്ട്. അത് ഓരോ ചെറിയ കട്ടിങ് വെച്ചാണോ അതോ? അത് പീസായിട്ട് വെച്ചാണ്. പിന്നെ അതിങ്ങനെ അതിനെങ്ങനെ നീളത്തിൽ വിടുക. മേലോട്ടാണ് വരിക, പക്ഷെ അതിനെ നീളത്തിലാക്കി ഇങ്ങനെ വിടണം. വാൾ ക്രീപ്പർ
അതും കുറെ കാലമായിട്ട് വെച്ചാണ്. അതും വെട്ടി ഒതുക്കി കൊണ്ടുവരണം. ആ ശരിക്കും ഒരേപോലെ ഇങ്ങനെ യൂണിഫോം ആയിട്ട് വെട്ടുന്നതാണ്. ഈ പോട്ടിന്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു. പോട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാ അതൊന്ന് ശരിക്കും പറഞ്ഞു തരും. പോട്ട് ഇത് ഇരുമ്പിന്റെ മോൾഡാണ്. ഉള്ളിലും പുറത്തും വെച്ചിട്ട് ആണിട്ടിട്ട് അത് മോൾഡ് നമ്മള് മേടിച്ചതാണ്. എംസാൻഡും ഗ്രൗട്ട് ആക്കിയിട്ട്. അതല്ലാതെ ഉള്ളതോ? ഇത് വേറൊരു മോഡൽ. ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ തേച്ച് പിടിപ്പിക്കുക. ആദ്യം ഓയിൽ പുരട്ടും. പഴയ ഓയിൽ. പഴയ ഓയിൽ പുരട്ടിയിട്ട് പിന്നെ ഒരു പുട്ടുപൊടി പരുവത്തിൽ സിമെന്റും മണലൂടി റെഡിയാക്കിയിട്ട് കത്തി വെച്ചിട്ട് തേച്ച് പിടിപ്പിച്ച്, അതായത് നമുക്ക് ആവശ്യമുള്ള കട്ടി നമ്മൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഉരുണ്ട കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിനുസളത്തിട്ട് വരച്ച് നന്നാക്കിയിട്ട്. അപ്പൊ ഈ ഹോൾസിന് എന്താ ചെയ്യുക? ഹോൾസിന് എന്തെങ്കിലും ഒരു പെന്നിന്റെ കഷ്ണം എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ തൊളട്ട് വലിയ കട്ടി അങ്ങോട്ട് രണ്ടെണ്ണം ഇടും. എന്നിട്ട് ഒരു ദിവസം എടുക്കുമ്പോൾ തൊളയോടെ ഉണ്ടാവും. എന്നിട്ട് ഒരു ദിവസം വെക്കും. ഒരു ദിവസം ഉണക്കിയിട്ട് കമിത്തിയാൽ കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ മെല്ലെ ഇങ്ങനെ ചൂടാക്കുക, ഒന്ന് തട്ടി കൊടുക്കുക ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ചൂടുള്ള ഒഴിക്കുക. എന്നിട്ട് 3-4 ദിവസം നനച്ചിട്ട് പിന്നെ ഗ്രൗട്ട് അടിക്കുമോ? പിന്നെ വൈറ്റ് സിമെന്റ് ഗ്രൗട്ട് അടിക്കും. ഗ്രൗട്ട് അടിച്ചിട്ട് വേണം ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ പുട്ടി ബ്ലേഡ് ഇട്ടൊക്കെ ചെയ്യണം. അതല്ലെങ്കിലും ഗ്രൗട്ട് അടിച്ചാലും കിട്ടും. പിന്നെ വൈറ്റ് സിമെന്റ് അടിക്കും. എത്ര റേഷ്യോയിലാണ് ഇത് എടുക്കുന്നത് മണലും? ഇത് നല്ല സ്ട്രോങ് കിട്ടണമെങ്കിൽ 4:1 എടുക്കണം. 4:1, അതായത് 4 ചട്ടി മണലിന് 1 ചട്ടി എടുക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ അത്ര റേഷ്യോ ഉണ്ടാവില്ല. അതാണ് വേര് വരുന്ന ചട്ടി വരുമ്പോഴൊക്കെ പൊട്ടുന്നത്. ഇതൊക്കെ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഇതൊക്കെ പെട്ടെന്ന് ഇത് കണ്ട എക്സൈറ്റ്മെന്റിലാണ് ഇതൊക്കെ ചോദിച്ചത്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ പേര് പുഷ്പൻ എന്നാണ്. ഞാൻ തുടക്കം ടാക്സി ഡ്രൈവർ ആയിട്ടാ ചെറുപ്പത്തിലെ. പിന്നെ ഒരു PSC പരീക്ഷ എഴുതിയപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രൈവറായിട്ട് പണിയിട്ടി. അതൊരു 16-17 കൊല്ലത്തോളം. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ ഡയറക്ടറേറ്റ്, പിന്നെ കോഴിക്കോട് നഴ്സിംഗ് കോളേജ്. വീട്ടിൽ അമ്മ ഉണ്ട്. അമ്മയുടെ പേര് ദേവകി. പിന്നെ ഭാര്യ ഉണ്ട്. ഭാര്യയുടെ പേര് ബിന്ദു. പിന്നെ 2 പെൺകുട്ടികളാണ്. മൂത്താള് ആതിര, വെറ്റിനറി ഡോക്ടറാണ്. പിന്നെ ചെറിയ ആള് അലീന, നേഴ്സിങ്ങിനെ പഠിക്കുന്നു. പിന്നെ ഈ വീടല്ലായിരുന്നു, ചെറിയ വീടായിരുന്നു. ചെറിയ സൗകര്യങ്ങളല്ലായിരുന്നു അന്ന്, കുറച്ച് ചെറിയ. പിന്നെ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിലും ചെടികളൊക്കെ വെച്ചായിരുന്നു. അന്നുണ്ട് അവിടെ സെറ്റപ്പായിരുന്നു. അവിടെ നല്ല സെറ്റപ്പിലും ചെയ്തായിരുന്നു. അതും ഇതും ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അതിനെന്തേലും ഒരു ഒരാള് കൂട്ടുകാരൻ എഴുതിയിരുന്നില്ല? അത് എൻ്റെ ഒരു കൂട്ടുകാരനാ, ജോലിയുള്ള സജീവൻ. അദ്ദേഹം ഗവൺമെന്റിന് അയാളെന്തോ കുറച്ച് എഴുതി പിടിപ്പിച്ച്. അത്രയൊന്നുമില്ല. അങ്ങനെയല്ല ഉണ്ട്. വീട്ടുകാരും ഹെൽപ്പ് ഇല്ലെങ്കിലും സ്വന്തമായിട്ടാണെങ്കിൽ സ്വന്തം ചെയ്യുന്നതാണ്. അതൊരു നമുക്കൊരു മനസ്സിനൊരു ഉല്ലാസം കിട്ടാനാണ്. എന്തായാലും ആ ഫാനിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ സംഭവം? അത് ഫാനിന്റെ ഇപ്പം ഈ കേസ് ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, പൊടി പിടിക്കുന്നത് കൊണ്ട്. അപ്പൊ അതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ നോക്കിയെന്നുള്ളൂ. അതിൽ അടിയിൽ പ്ലാസ്റ്റിക്കിന്റെ കവറുണ്ട്. കവറിന് കുറച്ച് തുളച്ചിട്ട്, അതായത് സാധാ നമ്മുടെ പീടികയിൽ സാധനം മേടിക്കുന്ന സൈസ് കവറ്. അതെ, കുറച്ച് കട്ടിയുള്ള കവർ. അതിൽ 4 തുള ഇട്ടിട്ട് മണ്ണ് ചെയ്താൽ ഇങ്ങനെ ചെറിയ ഐറ്റംസ്. ഈ മണ്ണ് ആഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഏത് രീതിയിലുള്ള പോട്ടി മിക്സ് ആണ്? പോട്ടി മിക്സിൽ സാധാരണ ഒരു 30% മണ്ണും 30% ചാണകപ്പൊടിയും, അത്ര തന്നെ ഇതും ചേരിച്ചോറ് ട്രീറ്റ് ചെയ്തത് മേടിക്കുക. കൊക്കോപ്പിറ്റ് മേടിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നോക്കാനുണ്ട്. പിന്നെ കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് എന്തോ ഒരു വെറൈറ്റി ഞാൻ ഇത് ഒരു കന്നാസാണ്. അത് കട്ട് ചെയ്തിട്ട് അതിലൊരു പാത്രം വെച്ച് ചെറിയ കിളികളൊക്കെ വന്ന് വെള്ളം കുടിക്കും. അവർക്ക് ഇരിക്കാനും സ്ഥലമായി, ഒരു വെറൈറ്റി ആയി. പിന്നെ വേറെ ഉണ്ട്, വലിയ പാത്രത്തിൽ ഇവിടെ ഉണ്ട്. പിന്നെ കല്ലുകൾ അത് പോയെന്ന് എടുത്തോണ്ട് വരുന്ന ഇതല്ലേ, നമ്മുടെ അടുത്ത് പോയുണ്ട്. അപ്പൊ ഒരേ കളറുള്ളത് നോക്കി തപ്പോ. അതെ, മഞ്ഞ കളർ. സാധാരണ നമുക്ക് കറുപ്പാണല്ലോ കൂടുതലായി. മലയോര മേഖലയിലൊക്കെ കറുത്ത കല്ല്. ഇത് പോയല് അപ്പൊ നല്ല ഉരുണ്ടിട്ട് നല്ല മഞ്ഞ. എന്നിട്ട് എങ്ങനെ ഗ്രൗട്ട് തേച്ച് ഇങ്ങനെ ഒട്ടിക്കും. ഇതെന്താ ഇവിടെ? അല്ല, ഇത് ഈ ചെടീന്റെ പ്ലാന്റ് തൈ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയാണ് വേര് പിടിപ്പിക്കുക. അതാ വേര് വന്നുണ്ടല്ലേ. അതായത് ലീഫ് അങ്ങനെ കുറച്ച് കയറ്റി കട്ട് ചെയ്യോ? കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടിട്ട് തെർമോക്കോളിൽ വെച്ചു. വെള്ളത്തിൽ വെച്ച് ഇട്ടാ മതി. വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ മണൽ 1-1.5 മാസം കഴിയുമ്പോൾ മാറ്റും. സോഡ കുപ്പിന്റെ ഒരു കളിയാണല്ലോ എവിടെ പോയാലും. പിന്നെ മറ്റേ നമ്മളെ സാധാ വെള്ളക്കുപ്പിയാണ് സ്റ്റെപ്പ് മതിലൊക്കെ ഇട്ടാ. ഇങ്ങനെ അല്ലേ? അതിന്റെ ഉള്ളില് ഇത് പ്ലാസ്റ്റിക് കുപ്പിയാ? പ്ലാസ്റ്റിക്കിന്റെ സാധാ വെള്ളം. അപ്പൊ അത് അമന്ന് പോകൂലേ? അതിൽ എംസാൻഡ് നിറയ്ക്കണം. ഇതൊരു സ്റ്റെപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പാണ് മോഡൽ ചെയ്തെന്നുള്ളു. അത് കൊള്ളാട്ടോ. ഇത് ഞാൻ സാധാ കുപ്പിന്റെ കുപ്പി കൊണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ആദ്യമായിട്ടാണ്. അത് ഒരുപാട് കാലമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഞാൻ ഇതിൽ കാണുന്ന ആദ്യമായിട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ. ഇത് സാധാ 1 ലിറ്ററിന്റെ വെള്ളത്തിന്റെ ബോട്ടിലാണ്.
അതിന് മേലഭാഗം ചെത്തിയിട്ട് നമ്മൾ എംസാൻഡ് നിറച്ചിട്ട് പിന്നെ ചെരിച്ചങ്ങോട്ട് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എംസാൻഡ് നിറയ്ക്കുമ്പോൾ അത് ചെരിച്ചു വെക്കുമ്പോൾ എംസാൻഡ് പോകില്ല? ഇല്ല, ചെറിയ ചെരുവേ വരും. പിന്നെ അവിടുന്ന് സൈഡിൽ നിന്ന് മറ്റേ ഭാഗത്ത് നിന്ന് മണ്ണിടാലോ. മണ്ണിടാം, ഒരിക്കലും പോകില്ല, ഒന്നും പോകില്ല. ഇത് എത്ര വർഷമായി? ഇതിപ്പോ ഒരു 10 വർഷമൊക്കെ ഉണ്ടാവും. അത്രയായി? ആ, ഓ, ഇത് ശരിക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നീളത്തിൽ ചെയ്യാം, ഒത്തിരി ചെയ്യാൻ കഴിയും. ഒത്തിരി ചെയ്യാൻ കഴിയും. എന്തായാലും നല്ലൊരു ഐഡിയ. വെറുതെ വേസ്റ്റ് മാനേജ്മെന്റ് വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. കാരണം ഞാൻ കുപ്പിയോട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മള് മറ്റു സൗകര്യം ഉള്ളതുകൊണ്ട് അന്നേരം അവൈലബിൾ ആയ കുപ്പി എടുത്ത് ചെയ്തു. അപ്പോൾ ആർക്കാരും കുപ്പികൾ കൊണ്ട് ഗതിയിടുന്നവരുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊക്കെ ഗതിയിടുന്നവരുണ്ട്, തീർച്ചയായിട്ടും അതൊന്ന് നോക്കാൻ പറ്റും. ചുമരുമലൊക്കെ വേണമെങ്കിൽ കുപ്പി കൊണ്ട്. ഇത് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണ്? പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാ. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇവിടെ മറച്ചു വെക്കുക. അതായത് ഫുൾ കട്ട് ചെയ്യാതെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസിലാണ് ആണി അടിക്കുക. അപ്പൊ അതങ്ങ് നിന്നോളൂ എത്ര കാലം വേണമെങ്കിലും. അതില് പൊട്ടിപ്പോകില്ല. മൂടിയില് തുളട്ടിട്ട് വേണം മണ്ണ് നിറയ്ക്കാൻ. ഓക്കെ. മൂടി തുറന്നിട്ട് നിറച്ചാൽ മണ്ണ് താഴെ പോകും. മാത്രമല്ല ചീഞ്ഞും പോകും. തൊള്ളിട്ടിട്ടില്ലെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നീള ചുമരുള്ളവർക്കൊക്കെ ഒരേ മോഡൽ കുപ്പിയൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റൈൽ ഉണ്ടാവും. ഈ ചട്ടിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ മതിലിന്റെ സൈഡിൽ വരിക്ക് കുപ്പി വെച്ചിട്ട് ഉള്ളില്. ഇതും ഒരു ഐഡിയ ആണ് അല്ലേ? ഇതിപ്പോ ഈ സോഡ കുപ്പി തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കുപ്പി അയച്ചാൽ ഒരേപോലത്തെ കുപ്പിയിട്ട് കുറച്ചുകൂടെ ഭംഗിയായി റൗണ്ടിൽ ചട്ടി പോലെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാം. പിന്നെ വേണേ പൈപ്പില് വേസ്റ്റ് പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് സിമെന്റ് പൈപ്പാ? സിമെന്റ് പൈപ്പ് വേസ്റ്റാ. ഓക്കെ ഓക്കെ. അങ്ങനെയും ചട്ടി ഉണ്ടാക്കാം. അതെ അതെ. ഇനി എന്താ? പിന്നെ ഒരു വേസ്റ്റ് TV ഉണ്ട്. CCTV-യാ? CCTV ആണിത് ശരിക്കും. അതെന്താ, ഇത് സാധാ TV അല്ലേ? അതെ, ഇത് പഴയ TV ആണ്. മതിലുള്ളിൽ കയറ്റിയതാ. ഇത് രണ്ട് കാര്യമുണ്ട്. പിന്നെ ഒന്ന് വേസ്റ്റ് ആയിരുന്നു, ഇത് എവിടെ പുറത്തിടാൻ പറ്റൂല. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ അടുക്കളയിൽ നിന്ന് ഇതിലേക്ക് നോക്കിയാൽ മിറ്റത്താര വന്നാൽ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് ഇതിപ്പോ അടുക്കളയാണ്. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടുന്ന് വരുന്ന ആളുകളെ ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ ശരിക്കും CCTV, അതായത് പഴയ TV CCTV ആയാൽ ഇങ്ങനെ ഉണ്ടാവും. TV ആണ്. പിന്നെ LED ആണ്. പച്ചമേരില് പറ്റിയുണ്ട്. ഈ കിണറ് ഇങ്ങനെ മോഡലായതെന്ന് കാരണം വെച്ചാല് ഈ വീട് കുറച്ച് ഹൈറ്റിലായിരുന്നു. ഈ ഭൂമി ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു. അപ്പൊ ഇത് ആണെങ്കിൽ നല്ല വെട്ടുകല്ലുവാ ഈ സ്ഥലം. അപ്പൊ അങ്ങനെ കല്ല് വെട്ടി താഴ്ത്തി ഭൂമി ലെവലാക്കി വീടിന് വേണ്ടി കല്ലെടുത്ത്. നമ്മുടെ ഈ വീടിന്റെ കല്ലൊക്കെ എടുത്താണ്. പിന്നെ അത്ര ഉറപ്പുള്ള കല്ലാണ്, അത്ര നല്ല കല്ല്. പിന്നെ കുറച്ച് വിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് കിണർ ഇങ്ങനെയായിട്ട് പ്രത്യേക മോഡൽ. എന്നാലും കിണർ ഇങ്ങനെ ആയെങ്കിൽ കൂടിയിട്ട് 3-4 കാര്യങ്ങൾ കിട്ടിയില്ലേ? കല്ല് കറക്റ്റ് കിട്ടി, കിണറും ഒരു കുഴപ്പമില്ലാത്ത. ഇതിങ്ങനെ തിണ്ട് നിലനിർത്താനുള്ള കാരണം തോന്നിയത് എന്താ? അത് അവിടുന്ന് ഇങ്ങോട്ട് ആരും ചാടാൻ നിൽക്കാൻ വേണ്ടി ഒരു ആൾമറ എന്നുള്ളത് അവിടെ നിർത്തിയതാ. ശരിക്കും ഒരു 2-3 ഹൈറ്റ്, 2 ആൾ ഹൈറ്റ് എന്തായാലും. ബാക്കി ഭൂമിയാണ് അവിടെ. അതെ അതെ. നമ്മളെ ഭൂമി തന്നെ. നമ്മളെ ഭൂമി. അപ്പൊ അങ്ങനെ നിലനിർത്തി. ശരിക്കും ഈ ഭാഗത്ത് വെട്ടേൽ ഇത്രയും നല്ല വെട്ടേൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇതിന്റെ ബാക്കോട്ടും ഒക്കെ നല്ല വെട്ടലുണ്ട്. ഉണ്ടല്ലേ? വെട്ടുന്നവരുണ്ട്. മെഷീൻ വെച്ചിട്ട് വെട്ടുന്നവരുണ്ടല്ലേ? ശരി ശരി. ഞാൻ വിചാരിച്ച കണ്ണൂർ ശ്രീകണ്ഠപുരം ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സാണ്. കല്ല് വെട്ടി എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് പറഞ്ഞാല് ഈ വീടിന്റെ പ്രത്യേകതയാണ്. ഈ വീടിന്റെ തറ എന്ന് പറഞ്ഞാല് കരിങ്കല്ലുകൊണ്ട് കെട്ടിയതല്ല, അല്ല ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ വെട്ടുകല്ല് അവിടെ നിർത്തിയിട്ട് സൈഡ് മാത്രം വെട്ടി ഒഴിവാക്കിയിട്ട് അപ്പോൾ തറയാ. ആ തറന്റെ മേലെ അങ്ങ് അപ്പൊ ഇതിപ്പോ തേച്ച് കൊണ്ടാണ് അത് കാണാത്തത്. നല്ല കല്ലാണ്. പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നോ? രസം പോളിഷ് ചെയ്യാൻ മാത്രമൊന്നും ക്വാളിറ്റി ഇല്ല, അത്രയില്ല അല്ലേ? അത്രയല്ല. കണ്ണൂർ കല്ലിൽ അത്രയൊന്നുമില്ല, നല്ല ഉറപ്പുള്ളതല്ല. അടിച്ചു വരാൻ പണിയാണ്. പക്ഷെ അതിന് ചെറിയൊരു ഐഡിയ ഉണ്ട്. എന്താ? അതാണ് സാധനം ഉണ്ട്. ഒരു നമ്മളെ എന്തോ വെക്കുമ്പോണ്ടാവും. പഴയ കൊടന്റെ കമ്പിയാണ്. അതിങ്ങനെ ഒരു മോപ്പിന്റെ വടിയിൽ കയറ്റിയിട്ട് ഒരു 3/4 ഇഞ്ച് പൈപ്പ് ഇട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാം. വളയും വേണ്ട, ഉരവേദന വരില്ല. ശരി, കൂളായിട്ട് എടുക്കാം. ഇത് ശരിക്കും മേടിക്കാനും കിട്ടും. ഇങ്ങനത്തെ സംഭവം മേടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. ഇത് നമ്മളെ സ്വന്തം ആവശ്യത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം ക്ലീൻ ആവുമോ? ഇത് വലിയ എല്ലൊക്കെ സുഖമായിട്ട് ഒരുവിധം ചെറുതൊക്കെ കിട്ടും. അതായത് 4 കമ്പി ഉണ്ട്. ആകെ 4 കമ്പി മതി. 4 അറ്റ എങ്ങനെ കുറിപ്പിച്ചെടുക്കുക? കൂർപ്പൊന്നുമില്ല. ഒന്നും വേണ്ട. ഇലക്ക് കൂർപ്പൊന്നും വേണ്ടല്ലോ. മേലെത്തി ഏറ്റവും മുകളിലാണ്. ഇതിപ്പോ 2ാം മേലെയാണ്. ഇവിടെ എന്താ? ഇവിടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നതല്ലേ? അല്ല, അത് ഇവിടെ ഒരു പാത്രത്തിലാ. നിലത്തുനിന്നല്ല, അടിയെന്നല്ല അല്ലേ? അതൊരു മീൻ പെട്ടിയിലാ വെച്ച്. അപ്പോ നനയ്ക്കണം, അത്രേ ഉള്ളൂ. ഇതിൽ വേറെന്തോ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നല്ലോ. കർമൂസയാ? അത് കായ് ഉണ്ടായിരുന്നു. അതിനെ വയസ്സായപ്പോ എടുത്ത് ഒഴിവാക്കിയ. ശരിക്കും ചെറിയൊരു തണലിനും പറ്റും. നല്ലോണം കായ് ഉണ്ടാവും.
ഉണ്ടാവും അല്ലേ? ഇതല്ല, കഴിഞ്ഞ സീസണിൽ വേറെ വള്ളിയായിരുന്നു. ആ, അതിൽ ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു അല്ലേ? എന്തായാലും ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ഇത് കണ്ടോ, ചെറുതാണെങ്കിൽ കൂടി ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും പ്രത്യേകം ചെയ്തിട്ടുണ്ടോ? വളം ഇടും. പൊട്ടി മിക്സ് എന്താ? പൊട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ സാധാ ചാണകപ്പൊടിയും മണ്ണും. പിന്നെ വെച്ചാൽ കടലപ്പിണ്ണാക്ക് വാങ്ങി കലക്കി വെക്കും. ആ, ഇടയ്ക്ക് അതിന്റെ തെളി ഒഴിക്കും. ഓ, ചാണാനും ഒഴിക്കോ? ചാണകം കിട്ടാനില്ലാത്തതുകൊണ്ട് ഒഴിക്കില്ല, ചാണക പൊടി ഇടും. ഇത് എന്താ പറയാ, മറ്റേ 10 റുപ്യന്റെ വെള്ളത്തിന്റെ കുപ്പിയാണ്. അതും പറഞ്ഞാൽ കുപ്പി ഒരു ബുദ്ധിമുട്ടായി എനിക്ക് നേരം. അങ്ങനെ ഒരു കാറ്റടിച്ച് തിരിഞ്ഞാൽ നല്ല രസമായിരിക്കും. തിരിയുമ്പോൾ രസം ഉണ്ടാവും. അങ്ങനെ സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ഇത് ഗ്രൈൻഡറിന്റെ ടോപ്പാണിത്. കല്യാണ വേസ്റ്റ് ആയപ്പോ നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഒരു കാക്ടസ് ചെറുതുണ്ടല്ലോ, അപ്പൊ മേലെ തട്ടാനായാലോ? ഇതെങ്ങനെ മേലെ പോകുന്നുണ്ട്, ബലത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഇടാവുന്നേ ഉള്ളൂ, കിട്ടാൻ ചാൻസ് ഉണ്ട്. കട്ട് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ ഈ എപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നതെന്ന് പറയാം, എനിക്കിവിടെ വന്ന് കണ്ട അപ്പം മുതൽ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. മറ്റൊന്നല്ല, നമ്മൾ എവിടെ വീഡിയോ ചെയ്താലും ഇത് വയനാട്ടിലേ ഉണ്ടാവുള്ളൂ, ഇടുക്കിയിലേ ഉണ്ടാവുള്ളൂ, മൂന്നാറിലേ ഉണ്ടാവുള്ളൂ, തണുപ്പുള്ള മേഖലയിൽ ഉണ്ടാവും പറയും. ഈ ജില്ല ഒന്ന് പറഞ്ഞു കൊടുക്കും, ഇവിടുത്തെ ചൂട്. കോഴിക്കോട് ജില്ലയാണ്. ഇവിടെ കഴിഞ്ഞ സീസണിൽ 40 ഡിഗ്രീന്റെ അടുത്ത് വരെ ചൂട് വന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും പച്ചപ്പ്. ഇത് ശരിക്കും വയനാട്ടിലാണോ പോയി നിൽക്കുന്നത് പോലെ തോന്നി. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നനയ്ക്കുക രാവിലെ വൈകുന്നേരം. നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ ടയർ മറക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ടയർ മറച്ചിടാവുന്ന പരിപാടി ഉണ്ട്. അത് ഇപ്പൊ നിർത്തി. റേഡിയൽ ടയറാണ്. കട്ട് ചെയ്ത് മറിക്കുന്നതാണ്. അതൊക്കെ കാണിക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ വേറൊരു മോഡലും കട്ട് ചെയ്യാം. ഈ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും ഇവിടെ നിൽക്കുന്ന ചെടികൾ കാണുമ്പോൾ ശരിക്കും തോന്നുന്നത് നല്ല ഹെൽത്തിയാണ്. ഈ പറഞ്ഞ വളങ്ങളല്ലാതെ മറ്റേ ഇവരൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഇതിലെല്ലാം ചാണകപ്പൊടിയാണ്. രാസവളം ഇതിൽ രാസവളം കാര്യമായിട്ടില്ല. എന്തെങ്കിലും വല്ലപ്പോഴെങ്കിലും കൊടുക്കോ? ഇല്ല, ഒന്നുമില്ല. രാസവളം ഇടാൻ ചാൻസ് ഇല്ല. ചിലപ്പോ എന്തെങ്കിലും ആയി പോയാലോ എഴുതിയിട്ടാ, ഒരു പേടി കൊണ്ടാണ് അല്ലേ? ചാണകപ്പൊടി നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ആവശ്യമുള്ളവരൊക്കെ ശരിക്കും ചാണകപ്പൊടി തന്നെയാണ് ബേസിക് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത്. അതെ. ഇത് ശരിക്കും ഇപ്പൊ എന്റെ വീടിന്റെ മുമ്പിൽ ഗ്രീൻ ഹെവന്റെ ഫ്രണ്ടിൽ ഫുൾ ഇതാണ്. ഇതിങ്ങനെ തൂങ്ങിക്കുക. ഇത് കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വയനാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് വയനാട്ടിലല്ല, കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ എന്താ പറയാ, കോഴിക്കോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ അവിടെ ഉള്ളതിനേക്കാളും വെരിഗേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. എന്തായാലും പ്ലാന്റിനെ സ്നേഹിച്ച് വളർത്തിയാൽ അത് എവിടെയാണെങ്കിലും. പിന്നെ ചില ചെടികൾ ഇപ്പോൾ ഈ മറ്റേ സിഡം അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഡോങ്കി ടൈൽ, ബിറോ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് വയനാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെ തണുപ്പ് മേഖലയാണ്. പക്ഷെ അല്ലാത്ത ചെടികളെ നമുക്ക് സുഖമായിട്ട് വളർത്താൻ സാധിക്കും. എന്താണ് ചെടികൾ ചെയ്യുന്നവരോട് പറയാനുള്ളത്? ചെടികൾ ചെയ്യുന്ന വെച്ചാൽ ചെടികൾ ശരിക്കും ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ ഡെയിലി അതിലെ ഒരു കണ്ണെത്തണം. അതിൽ വേസ്റ്റ് ഉണ്ടോ നോക്കണം. മറ്റേ ചെടി ഏത് ചെടീൻ്റെ അടിയിലും ഇങ്ങനെ മറ്റ് ചെടികൾ വളരും ഇതുപോലെ, കളകൾ വളരും. അപ്പൊ അതിലൊക്കെ എടുത്ത് ഒഴിവാക്കിയാല് നന്നാവും. ഇതൊക്കെ ശരിക്കും ഈ ഫോട്ടോസൊക്കെ എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് വെറുതെ ഒന്ന് നോക്കി നോക്ക്. നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങളെ വയനാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു മറുപടിയാണ് എന്തായാലും ഈ വീഡിയോ. ഇതൊക്കെ പേരുകൾ അറിയോ? പേര് കൃത്യമായിട്ടൊന്നും അറിയില്ല, നമ്മൾ കിട്ടുന്നത് കൊണ്ടുവരും. അതായത് ഇപ്പോൾ പലരും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ചെടികളുടെ പേര് ചോദിക്കുന്നില്ല എന്നുള്ളത്. ഇതൊരു ഫേണാണ്, നമ്മുടെ ഗ്രീൻ ഹാൻഡ് ഫ്രണ്ടിൽ ഇഷ്ടംപോലെയുള്ള ഫേണാണ്. പക്ഷെ അതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിനുള്ള കാരണം മറ്റൊന്നല്ല. ആദ്യം എന്നോട് പറഞ്ഞിരുന്നു ചെടികളെ കുറിച്ചുള്ള പേരോ സയന്റിഫിക് കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് ചെടികൾ കിട്ടുന്നു, ഞാൻ അതിനെ കൊണ്ടുവന്ന് സ്നേഹിച്ച് വളർത്തുന്നു, അവരതിന്റെ റിസൾട്ട് എനിക്ക് തരുന്നു. ഇപ്പൊ ഇത്ര നേരം കാണാത്ത ഒരാളോട് വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, ഇവിടെ അടുത്തുള്ള ആളാണ്. ചെടികൾക്ക് സഹായിക്കോ? ചെടികൾ സഹായിക്കല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തുകൊണ്ടുപോയി. ഉപദ്രവമാണ്, സഹായമല്ല. ആളെ പേരെന്താ? മനോജ്. അപ്പൊ ചെടികൾ കട്ടുകൊണ്ടാൻ വേണ്ടി വരുന്ന ആൾക്കാരാണിത്. അത് അങ്ങനെ കൊണ്ടുപോകും ചില ആൾക്കാര്. പക്ഷെ അങ്ങനെ കൊണ്ടുപോവാണെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് നശിപ്പിക്കരുത്. ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലേ കൊണ്ടുപോകും. മൂപ്പരുദ്ദേശിച്ച് പറഞ്ഞാൽ മൂപ്പരുദ്ദേശമല്ല, പല ആൾക്കാരും കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ അവിടെ ചെല്ലുന്നവരെ അത് കാണില്ല. തീർച്ചയായിട്ടും. അതെ. അപ്പൊ നമ്മൾ എപ്പോ പോയി അത് ഇന്നാള് നീ തന്നത് പോയി ശരിയായില്ല എന്നൊക്കെയാ പറയാ. അപ്പൊ അങ്ങനെ ആവരുത്. ചെടികളെ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുന്നു, ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ പുഷ്പേട്ടൻ. കാരണം അത്രമാത്രം ചെടികളെ സ്നേഹിക്കുന്നുണ്ട്. ആരും ഇവരെ ഈ പറഞ്ഞ ചുറ്റിലുള്ള ഈ നിൽക്കുന്ന രണ്ടാൾക്കാരും ഇല്ല, വീട്ടിലുള്ളവരും സഹായിക്കാത്തൊരു മനുഷ്യനാണ് ചെടിയുടെ കാര്യത്തിൽ. പക്ഷെ അത് അത്ര ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചെടികളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് വലിയ ഒരു 2-3 മിനിറ്റ് നേരം എടുക്കാൻ വന്ന വീഡിയോ ആണ്, പക്ഷെ കുറച്ച് നീണ്ടു പോയി എന്നറിയാം. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1700ഓളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരു 2-3-4 വ്യക്തികളെ കുറിച്ച് നമ്മൾ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നിയത് ശരിക്കും ഒരു സല്യൂട്ട് കൊടുക്കാനാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.